ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നമുക്ക് ഒരു ആഴ്ചയുടെ ഒന്നാം ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നാം സങ്കീർത്തനം അതിൻ്റെ 6 വാക്യങ്ങളിൽ നാം ഏറ്റവും ശ്രദ്ധിക്കുന്ന വാക്യം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ബട്ട് ഹിസ് ഡിലൈറ്റ് ഇസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് ലോ ഹി മെഡിറ്റേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ്. അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ ആമുഖമായിട്ട് ഈ ഒരു വാക്യം വായിച്ചെന്നേ ഉള്ളൂ. നാം പലപ്പോഴും അനവധി അവസരങ്ങൾ ദൈവവചനം ധ്യാനിക്കുവാൻ ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം പലപ്പോഴും നാം മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം വീണ്ടും നമ്മളെ ഓർപ്പിച്ചത് അതിനെ ധ്യാനിക്കുന്നത് തീർച്ചയായും ഭാഗ്യപദവിയാണ്. ആ ഭാഗ്യപദവിയിലാണ് ഇന്നും നാം ആയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ സദൃശ്യവാക്യങ്ങളാണ് വ്യക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ അനുഭവത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് അനുദിനം സംസാരിക്കുന്ന വിഷയങ്ങൾ സഭയിൽ പങ്കുവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി ആണ് ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം, പ്രൊവേർബ്സ് ചാപ്റ്റർ 16, ആ ഒരു അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം എടുത്ത് അല്പചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. പ്രൊവേർബ്സ് ചാപ്റ്റർ 16 and verse 1. മതി. ദൈവനാമത്തിന് മഹത്വം. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങൾ ശലോമോൻ എഴുതിയ പുസ്തകമാണ്, വാക്കുകളാണ്. ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ആ രാജാവ് എഴുതുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ചിന്തിക്കുവാൻ സാധിക്കും. വളരെ ആഴത്തിലുള്ള സത്യങ്ങൾ തന്നെയായിരിക്കും ദൈവവചനത്തിലൂടെ താൻ വെളിപ്പെടുത്തുന്നത്. എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന ആശയങ്ങളായിരിക്കും നിങ്ങളോട് പങ്കുവെക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് നമുക്ക് ഏവർക്കും ഭവനത്തിൽ പോയി ചിന്തിക്കാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇവിടെ നാം വായിച്ചത്, ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. പ്ലാൻസ് ഓഫ് ദ ഹാർട്ട് ബിലോങ് ടു മാൻ, ബട്ട് ദി ആൻസർ ഓഫ് ദ ടങ് ഈസ് ഫ്രം ദ ലോർഡ്. പ്രഥമ ദൃഷ്ടിയ നാം ഇത് വായിക്കുമ്പോൾ, ആദ്യമായിട്ട് നാം ഇത് കാണുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുന്നത് പ്ലാൻസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ചിന്തകൾ മനുഷ്യനുള്ളവ, ആ ഒരു ഭാഗം ഓക്കെയാണ്. എന്നാൽ 2-ാമത്തെ ഭാഗത്ത് പറയുന്നത്, ബട്ട് ദി ആൻസർ ഓഫ് ദ ടങ് ഈസ് ഫ്രം ദ ലോർഡ്, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. അത് കുറച്ചുകൂടെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ആംഗിൾ, എൻ്റെ മനസ്സിൽ തന്ന ആംഗിൾ മാത്രമാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യത്തിൽ നിന്ന്. അപ്പോൾ ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ നാവിൽ നിന്ന് വരുന്ന ഉത്തരം യഹോവയാൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ്? മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന ഉത്തരം അല്ലെങ്കിൽ അത് യഹോവയാൽ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഹൃദയത്തിൽ സംഭവിക്കുന്നത് നമുക്കുള്ളതാണ്. ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു മീ, ഇറ്റ് ബിലോങ്സ് ടു മാൻ. എന്നാൽ നാവിൽ നിന്ന് വരുന്നത് യഹോവയാൽ എങ്ങനെ സംഭവിക്കും? ഞാൻ സംസാരിക്കുന്നതെല്ലാം യഹോവയെങ്കിൽ നിന്നാണോ വരുന്നത് എന്ന് ഒന്ന് ചിന്തനം ചെയ്യാനുള്ള അവസരമാണ്. ഇസ് ഇറ്റ് ഫ്രം ദ ലോർഡ്? നാം നമ്മുടെ നാവ് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും സംസാരിക്കുന്നത്? നാം ദൈവവചനം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരർത്ഥത്തിൽ പറയുവാൻ സാധിക്കും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്നതെല്ലാം ആ രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ഒരു വാക്യം നാം എബ്രായ ഭാഷയിൽ എഴുതി അത് നോക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ലാഡോണായി എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം ബിലോങ്ങിങ് ടു ദ ലോർഡ്. ആ അവസാനത്തെ ഭാഗം യഹോവയ്ക്കുള്ളത് എന്നുള്ള ഭാഗമാണ് ആദ്യത്തെ പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വിശ്വാസികളായിട്ട് ദൈവജനമായിട്ട് നമ്മോട് ഈ വാക്യം സംസാരിക്കുമ്പോൾ
ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മളെ സംബന്ധിച്ച് കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിലെ ഒരു ഒരുക്കം. നിരൂപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു തർജ്ജമയിൽ പ്ലാൻസ് ഓഫ് ദി ഹാർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിലെ ഒരുക്കങ്ങൾ മനുഷ്യനുള്ളവ. അപ്പോൾ അങ്ങനെ ഒരുങ്ങിയ ഒരു അവസ്ഥയിൽ ഉള്ള ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്നത് യഹോവയെങ്കിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൃദയത്തിലെ ഒരുക്കങ്ങൾ, നിരൂപണങ്ങൾ എന്ന് പറയുമ്പോൾ, പ്ലാൻസ് എന്ന് പറയുമ്പോൾ, ഹൃദയത്തിന്റെ ഒരുക്കം കർത്താവ് മനുഷ്യന് നൽകി തന്നിരിക്കുന്ന ഒരു വസ്തുതയാണ്. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച വിഷയങ്ങളാണ്. ഫ്രീ വിൽ, സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മെ കർത്താവ് അടക്കി വെക്കുന്നില്ല. ഒരു റോബോട്ട് പോലെ കർത്താവ് നമ്മെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്വമേധയായിട്ട് ദൈവത്തോട് അടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വയത്താൽ നാം ദൈവത്തെ ആരാധിക്കുവാനും ദൈവസന്നിധിയിലും കടന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നാം ഈ വാക്യം വായിക്കുമ്പോൾ പ്രിപ്പറേഷൻസ് ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിലെ ഒരുക്കം കർത്താവ് ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. അങ്ങനെ സംഭവിക്കുന്നവരിൽ ആ കർത്താവ് നിവർത്തിക്കുന്ന ഒരു വിഷയമാണ് ഈ രണ്ടാമത് നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള കാര്യം അല്ല. പ്രിപ്പറേഷൻസ് ഓഫ് ദി ഹാർട്ട് ഈസ് ഫോർ മാൻ. അതിനെ മനസ്സിലാക്കണമെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു ഉദാഹരണം നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന്, എസ്തറിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സന്ദർഭത്തിൽ സംഭവിച്ച വിഷയം എടുത്തു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എസ്തറിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട്, അത് കഴിഞ്ഞ് 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം ആദ്യം 15 മുതൽ 17 വരെ, അത് കഴിഞ്ഞ് 5 മുതൽ 5-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളോട് വായിക്കാം. മതി, മറ്റേ നമുക്ക് പിന്നീട് വായിക്കാം. അപ്പോ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, ഈ കാര്യങ്ങളൊക്കെയും അത് നിയമപ്രകാരമല്ല എങ്കിലും ഞാൻ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹൃദയത്തിലെ ഒരുക്കത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. എസ്തറിന്റെ ഹൃദയത്തിൽ ഒരു ഒരുക്കം ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്നു. എസ്തർ വ്യക്തമായിട്ട് ഒരുങ്ങുകയാണ്, ഇത് നിയമപ്രകാരമല്ല, ഇത് സാധാരണ ഈ രാജ്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ കാര്യം ഞാൻ ചെയ്താൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ, അവിടെ ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ തന്റെ നാവിലൂടെ പറയുവാൻ പോവുകയാണ്. ആ രാജാവിന്റെ മുൻപിൽ, രാജാവിന്റെ സന്നിധിയിൽ പോയി ഈ കാര്യം വ്യക്തമായിട്ട് വെക്കണം. എന്നാൽ അവിടെ ഒരു അപകടമുണ്ട്, അവിടെ ഒരു ഭയമുണ്ട്. എന്നാൽ തന്റെ ഹൃദയത്തിലെ ഒരുക്കം ശ്രദ്ധിക്കുക. ഞാൻ നശിച്ചു പോയാലും, എനിക്ക് എന്ത് ഭവിച്ചാലും, ദിസ് ഇസ് മൈ പ്ലാൻ, ഇതാണ് എന്റെ ഒരുക്കം. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ഹൃദയത്തിലെ ഒരുക്കം എന്താണ്? ഈ കാര്യത്തിൽ ഞാൻ മുമ്പോട്ട് നീങ്ങുന്നു. ഇനി നമുക്ക് 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കാം. 5-ാം അധ്യായം 1, 2, 3. തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തന്റെ കയ്യിൽ ഇരുന്ന കഴിച്ചപ്പോൾ രാജാവ് ആഗ്രഹപ്പെട്ടു. രാജാവ് അവളോട് എസ്തേരാജ്ഞി എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ മതി. അപ്പൊ രാജാവ് അവിടെ ഒരു ഉത്തരം നൽകുകയാണ്. നിന്റെ അപേക്ഷ എന്താണ്? അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ രാജാവിന്റെ ഒരു 100% റെസ്പോൺസ് അവിടെ കിട്ടിക്കഴിഞ്ഞു. നീ ചോദിക്കുന്നത് എന്ത് തന്നെ ആയാലും, ഈ രാജ്യത്തിന്റെ പകുതി ആയാലും അത് നൽകുവാൻ എനിക്ക് സന്നദ്ധതയുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഈ ഒരുക്കം ചെയ്യുന്നത്. ദിസ് വാസ് പ്രിപ്പറേഷൻ ഡസ് ടു us. ഈ വാക്യം നാം വായിച്ചപ്പോൾ 16-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ എന്ന് പറയുമ്പോൾ, ഹൃദയത്തിൽ നാം ഇത്തരത്തിലുള്ള ഒരുക്കം
ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരമാണ്. ഇറ്റ് ഈസ് ആൻസർ ഫ്രം ദ ലോർഡ്. ഞാൻ പറയുന്നതിന് മുമ്പായിട്ട്, എന്റെ നാവ് ചലിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ ഉത്തരം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണമാണ് നാം എസ്തറിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടത്. താൻ ഒരുക്കത്തോടെ അവിടെ ആയിരുന്നു. നാം വായിച്ച വാക്യങ്ങൾ 17-ാം വാക്യത്തിൽ, എനിക്ക് എന്ത് നാശം സംഭവിച്ചാലും, എനിക്ക് എത്രമാത്രം അപകടം സംഭവിച്ചാലും ഞാൻ ഹൃദയത്തിൽ ഇത് പ്ലാൻ ചെയ്യുന്നു. എന്റെ ഹൃദയത്തിൽ ഈ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇത് രാജാവിനോട് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക. നമ്മോട് സംസാരിക്കുന്ന ഈ വചനം ഇന്നിങ്ങനെയാണ്: നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ഒരുക്കം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക കാര്യങ്ങളുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഹൗ ഇസ് മൈ പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ ഇൻ മൈ ഹാർട്ട്? എന്റെ ഹൃദയത്തിലെ ഒരുക്കം എങ്ങനെയുണ്ട്? ഞാൻ പല കാര്യങ്ങളൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, യഹോവയുടെ ഉത്തരമൊക്കെയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വാണ്ട് ആൻസർ ഫ്രം ദ ലോർഡ്. എനിക്ക് യഹോവയുടെ ഉത്തരം എന്റെ നാവിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് വേണം. എന്നാൽ വാട്ട് ഈസ് മൈ പ്രിപ്പറേഷൻ? എന്റെ ഒരുക്കം ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്ന വിഷയം ഇതാണ്. ഇവിടെ എസ്തറിന്റെ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം, there is sacrifice. അവിടെ ഒരു ത്യാഗം മനോഭാവമുണ്ട് ആ ഒരു ഒരുക്കത്തിൽ. അതൊരു ചെറിയ കാര്യമല്ല. ഹൃദയത്തിലെ ഒരുക്കം എന്ന് പറയുമ്പോൾ, മനുഷ്യനുള്ളവ എന്ന് പറയുമ്പോൾ, ഇറ്റ് ബിലോങ്സ് ടു മാൻ എന്ന് പറയുമ്പോൾ, there are two things here. Preparation of the heart belongs to man. Answer of the tongue belongs to Lord. അപ്പോ കർത്താവിന്റെ കാര്യം രണ്ടാമതാണ് നാം കാണുന്നത്. മനുഷ്യനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രിപ്പയർ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കുക. ലെറ്റ് us be prepared with the plans of a heart for Lord. ദൈവത്തിന് വേണ്ടിയുള്ള ആ ഒരു നിശ്ചയങ്ങൾ, ആ ഒരുക്കങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നാം എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോയാലും, അത് സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാവാം, നാം ഏർപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ഹൃദയത്തിലെ ഒരുക്കം എങ്ങനെയുണ്ട്? വാട്ട് ഈസ് മൈ പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ? എസ്തറിന്റെ ജീവിതത്തിൽ ഒരു ത്യാഗ മനോഭാവം ഉണ്ട്. മാത്രമല്ല, there is faith. അവിടെ ഒരു വിശ്വാസമുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഹൃദയത്തിന്റെ ഒരുക്കത്തോടെ ആ കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വിശ്വാസം ഹൃദയത്തിലുണ്ട്. നന്മ സംഭവിക്കും, ദൈവം പ്രവർത്തിക്കും എന്നുള്ളത്. മാത്രമല്ല, ആ ഒരു തീരുമാനം എസ്തർ എടുക്കുകയാണ്. അവിടെ തീരുമാനം എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. അവിടെ എസ്തർ രാജ്ഞി ആ ഒരു തരുണത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറില്ല. ദൈവജനമാണ്, ശരി എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ അറിയാം ഇതാണ് ഈ തരുണത്തിൽ ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഹൃദയത്തിൽ നമുക്കത് തോന്നൽ ദൈവാത്മാവ് നൽകുന്നു. എന്നിട്ടും ആ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എസ്തർ അവിടെ ഒരു തീരുമാനം എടുത്തു, നീ ഇങ്ങനെ ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ആ രാജാവിന്റെ സന്നിധിയിൽ പോകും, ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്ത് വേണ സംഭവിച്ചോട്ടെ, കോൺസിക്വൻസ് doesn't matter. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എസ്തറിനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. നമ്മുടെ വിഷയം പലപ്പോഴും ശരിയെന്ന് മനസ്സിലാക്കിയിട്ടും പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നാം തന്നെ ചിന്തിച്ചു കൂട്ടി അത് ഒഴിവാക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു തീരുമാനം എസ്തർ എടുക്കുകയാണ്, ഞാൻ പോയി രാജാവിനോട് സംസാരിക്കും, എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും. ഇങ്ങനത്തെ ഒരു ഒരുക്കമുള്ളപ്പോൾ, ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉള്ളപ്പോൾ, ഇങ്ങനെ ഒരു ഹൃദയം മനുഷ്യൻ ഒരുക്കിയെടുക്കുമ്പോൾ, when man prepares and plans such a heart, അത്തരത്തിലുള്ള ഹൃദയം മനുഷ്യൻ ഒന്ന് കരസ്ഥമാക്കി എടുക്കുമ്പോൾ, ഓരോ വിഷയത്തോടുള്ള അനുബന്ധത്തിൽ ദൈവം പറയുന്നു, ആൻസർ ഓഫ് ദ ടങ് ഈസ് ഫ്രം ദ ലോർഡ്. അവിടെ വരുമ്പോൾ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. കർത്താവ് സ്വയം നമുക്ക് ഉത്തരങ്ങൾ നൽകും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഗോഡ് വാണ്ട്സ് എ പ്രിപ്പയർഡ് ഹാർട്ട് ഫോർ ആൻസേഴ്സ് ടു ഫോളോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് പിൻഗാമിയായിട്ട് രണ്ടാമതാണ് വരുന്നത്. ആദ്യം കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരുക്കപ്പെട്ട അല്ലെങ്കിൽ തയ്യാറെടുപ്പുള്ള ഒരു ഹൃദയമാണ്, അവൈലബിലിറ്റി ഉള്ള ഒരു ഹൃദയമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഈ വചനം ലിറ്ററലി നാം എടുത്തു നോക്കിയാൽ, ആൻസർ ഓഫ് ദ ടങ് ഈസ് ഫ്രം ദ ലോർഡ്.
ദൈവജനത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ, ആ രീതിയിൽ ചിന്തിച്ചാലും എല്ലാം യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നായിരിക്കും ഈ ലോകം മനസ്സിലാക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ജനം മനസ്സിലാക്കുന്നത്. ലിറ്ററലി നാം എടുത്താൽ നമ്മുടെ ജീവിത ശൈലിയിൽ നാം ജീവിതം മുമ്പോട്ട് പോകേണ്ട ഓരോ രീതികളും യഹോവയെങ്കിൽ നിന്ന് കാണാം. എന്താണ്? യഹോവയുടെ മക്കളാണ്, യഹോവയുടെ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നാം, വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് നാം. അങ്ങനെയെങ്കിൽ എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തനങ്ങളൊക്കെയും യഹോവയെങ്കിൽ നിന്നാണെന്ന് തന്നെ ലോകം ധരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദെയർ എക്സ്പെക്ടേഷൻ. അങ്ങനെയെങ്കിൽ എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി? എന്റെ ഉത്തരവാദിത്വം എന്താണ്? അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഹൃദയത്തിലെ നിരൂപണങ്ങൾ, ആ ഒരുക്കങ്ങൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആദ്യത്തെ കാര്യം ഇതാണ് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ദൈവം സംസാരിച്ചത് പ്രിപ്പറേഷൻ ഓഫ് ദി ഹാർട്ട്. പ്രിപ്പയർ മൈ ഹാർട്ട്, പ്രിപ്പയർ യുവർ ഹാർട്ട്, ഓൾ ഓഫ് അവർ ഹാർട്ട്സ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി, ദൈവിക കാര്യപരിപാടിക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വസ്തുതകൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തെ ഒരുക്കുക. ആ ത്യാഗ മനോഭാവത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കുക, മുമ്പോട്ട് പോകുക. അതിന്റെ കോൺസിക്വൻസ്, പരിണിത ഫലം എന്ത് തന്നെ ആയാലും, എനിക്ക് അപകടം സംഭവിച്ചാലും നാശം സംഭവിച്ചാലും, I will prepare my heart. ഞാൻ എൻ്റെ ഹൃദയം ഒരുക്കുക തന്നെ ചെയ്യും എന്ന് ദൈവാത്മാവ് നമ്മോട് ആഗ്രഹിക്കുന്നു, നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം, അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 16 and verse 3. ദൈവനാമത്തിന് മഹത്വം. 2-ാമത്തെ പ്രധാനപ്പെട്ട ഒരു വാക്യം, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഈ വാക്യങ്ങളിലെല്ലാം 2 ഭാഗങ്ങളുണ്ട്, പ്രാരംഭ ഭാഗവും 2-ാമത്തെ ഭാഗവും. ഇവിടെ നാം വായിച്ചത് നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. കമ്മിറ്റ് thy works unto the Lord and thy thoughts shall be established. നാം ആദ്യം ചിന്തിച്ചത് നമ്മുടെ ചിന്തകളെ കുറിച്ചാണ്, ഹൃദയത്തെ കുറിച്ചാണ്, ഒരുക്കത്തെ കുറിച്ചാണ്, നിരൂപണങ്ങളെ കുറിച്ചാണ്. ഇവിടെ അതിനൊരു ഉത്തരം കർത്താവ് ഈ 3-ാം വാക്യത്തിൽ നൽകുകയാണ്. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ നിരൂപണങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നിന്റെ ഒരുക്കങ്ങളൊക്കെയും സാധ്യമായി തീരും. എസ്തറിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. ഇവിടെ ഒരു കാര്യമുണ്ട്, നാം ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. കമ്മിറ്റ് thy works unto the Lord. 2-ാമത്തെ കാര്യം, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. അതെങ്ങനെയാ സാധിക്കുന്നത്? വിച്ച് കംസ് ഫസ്റ്റ്? ആദ്യം എന്താണ് വരുന്നത്? ചിന്തകളാണോ പ്രവൃത്തിയാണോ? സ്വാഭാവികമായിട്ട് മാനുഷികമായി ചിന്തിച്ചാൽ എന്റെ പ്രവൃത്തികളെ ഞാൻ 2-ാമതായിരിക്കും ചിന്തിക്കുന്നത്, എന്റെ മനസ്സിൽ ചിന്തകളായിരിക്കും വരുന്നത്. ഇവിടെ പറയുന്നത് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. കമ്മിറ്റ് thy works unto the Lord. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് whatever is your end work, അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. You need not be concerned about the end of your works. നിന്റെ പ്രവർത്തികൾ, അതിന്റെ അവസാനത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ നീ ചെയ്യേണ്ടത്, ഞാൻ ഈ പ്രവൃത്തിയാണ് ചെയ്യുവാൻ പോകുന്നത്, അത് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. Give it unto the Lord completely as it is. അതിൽ യാതൊന്നും ചെയ്യാതെ ഈ പ്രവൃത്തി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. Commit thy works unto the Lord. Whatever is your work, അത് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2-ാമത്തെ ഭാഗമാണ്, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ ഉദ്ദേശങ്ങൾ പോലെ നിന്റെ പ്രവർത്തികൾ ചെയ്യാനല്ല കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ഒക്കെയും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരു തെറ്റിതാണ്, എന്റെ ചിന്തകൾ പോലെ ഞാൻ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്റെ ചിന്തകൾക്ക് ഒരു ഉറപ്പ് നൽകുന്നത്, your thoughts shall be established. നിന്റെ ഉദ്ദേശങ്ങൾ
നിന്റെ ആ ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ നിരൂപണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും സാധ്യമായി തീരും. ഒന്നാം വാക്യത്തിൽ അങ്ങനെ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ, അത് മനുഷ്യന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നത് സാധ്യമാക്കി തീർക്കുന്നത് ദൈവമാണ്, ദൈവാത്മാവാണ്, സർവശക്തനായിട്ടുള്ള ദൈവമാണ്. കമ്മിറ്റ് thy works unto the Lord. നീ ചെയ്യാൻ പോകുന്നത് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. വിതൗട്ട് എനി അഡീഷൻ ഓർ ഡിലീഷൻ. അതിൽ യാതൊന്നും ചേർക്കാതെ, യാതൊന്നും അതിൽ നിന്ന് എടുക്കാതെ, ഒന്നും ചെയ്യാതെ, മായമൊന്നും കലർക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ പ്രവർത്തികൾ കർത്താവിന് പൂർണ്ണമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം കൊടുക്കുക. ഗിവ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ വർക്ക്സ് ടു ഗോഡ്. ദൈവത്തിന് പൂർണ്ണമായിട്ട് അത് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവം വേണം പിന്നെ കൺട്രോൾ ചെയ്യുന്ന വസ്തുത. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഭാഗം. നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നാം ആ ഉദാഹരണത്തിൽ വീണ്ടും മടങ്ങിപ്പോയാൽ, എസ്തറിന്റെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭത്തിൽ രാജാവിന്റെ മുൻപിൽ ചെന്ന് എന്തു പറയും, എങ്ങനെ പറയും, ഏത് വാക്കുകൾ ഉപയോഗിക്കും എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് രാജാവിനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചത്, നീ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെ ആയാലും ഈ രാജ്യത്തിന്റെ പകുതി വരെയും ഞാൻ നൽകും. എന്തൊരു ആശ്വാസമാണ് കർത്താവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തൊരു ആശ്വാസമാണ് എസ്തറിന് ആ നിമിഷങ്ങളിൽ ലഭിച്ചത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വിറച്ച് പേടിച്ച് അവിടെ നിൽക്കുമ്പോൾ, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ രാജാവിന്റെ വാക്കുകളാണ് കേൾക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങൾ എന്തായാലും നൽകുവാൻ എനിക്ക് ഹിതമുണ്ട് എന്ന് പറയുന്നു. When we tell God what I am going to do, when I tell God what I am going to do, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തോട് ഞാൻ പറയുമ്പോൾ, God will tell me how to do it. ദൈവം എന്നോട് പറയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്നോട് പറയും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതാണ് നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുമെന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞു തരും നീ എങ്ങനെ ചിന്തിക്കണം, ദൈവം കാണിച്ചു തരും നീ എങ്ങനെ പ്രവർത്തിക്കണം. നിന്റെ കാര്യം എന്ന് വെച്ചാൽ കമ്മിറ്റ് യുവർ വർക്ക്സ് unto the Lord. നിന്റെ പ്രവർത്തികളെ യഹോവയെങ്കിൽ സമർപ്പിക്കുക. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നാം ചിന്തിച്ചതുപോലെ ആദ്യം നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ നിവർത്തിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഈ ലോകപരമായ ചിന്തയിൽ, പ്ലാനിങ്ങിൽ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇവിടെ വചനം പറയുന്നത് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. കമ്മിറ്റ് എവ്രിതിങ് ടു ഗോഡ്. Commit everything to God. Give every single thing to God. He will establish your thought. He will clearly tell you. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. Establish your thoughts. അത് സാധിക്കുമെന്നാണ് പറയുന്നത്. ഉറപ്പോടെയാണ് പറയുന്നത്. യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. നാം പലപ്പോഴും പ്രാർത്ഥനകളെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഉത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഉവ്, യെസ്, നോ, അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാം. ഇവിടെ വായിക്കുന്നത് നിന്റെ ആ പ്രവർത്തികളെ നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. നോ ഡൗട്ട്സ്. നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. കാരണം ആ ഉദ്ദേശങ്ങൾ, ആ ചിന്തകൾ, ആ നിരൂപണങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് തന്നെ വരും. അത് സാധ്യതയ്ക്കുള്ള കാര്യങ്ങൾ മാത്രം ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ ചേർന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആ ഒരു പ്രോസസ് ഇങ്ങനെയാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, കമ്മിറ്റ്മെന്റ് ടു ഗോഡ്, എൻ്റെ പ്രവർത്തികളെ, ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ആത്മീക ജീവിതത്തിലെ, എൻ്റെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യമായി തീരും. എൻ്റെ മനസ്സിലെ, ഹൃദയത്തിലെ ചിന്തകൾ ആ രീതിയിൽ സാധ്യമായി തീരും. അങ്ങനത്തെ സാധ്യമായി തീരുന്ന ചിന്തകൾക്കാണ് യഹോവയുടെ ഉത്തരങ്ങൾ വെളിപ്പെടുന്നത്. അങ്ങനെയാണ് ഗോഡ്സ് ആൻസേഴ്സ് ആർ വിസിബിൾ ആൻഡ് റിവീൽഡ്. ഒന്നാം വാക്യത്തിൽ നാം കണ്ടതുപോലെ ഗോഡ്സ് ആൻസേഴ്സ് ആർ റിവീൽഡ് ടു സച്ച് പീപ്പിൾ. അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ദൈവത്തിന്റെ ഉത്തരം നാവിലൂടെ, ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കർത്താവ് കൊടുക്കുന്നത്. നമ്മോട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന വിഷയം ഇതാണ്.
നമ്മെ തന്നെ, നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് സമർപ്പിക്കുക. അതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ സാധ്യമാക്കി തീരും. അങ്ങനെ ദൈവത്തിന്റെ ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു പ്രോസസ്സാണ്. ആദ്യം നാം ചെയ്യേണ്ടത് കമ്മിറ്റിംഗ് ourselves to God. 9-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ചാപ്റ്റർ 16 and verse 9. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നാം വായിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. ആ കാര്യം നാം ചിന്തിച്ചത്. എന്നാൽ യഹോവ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാര്യം ഇതാണ്. ലോർഡ് ഡയറക്ട്സ് ഹിസ് സ്റ്റെപ്സ്. നമ്മുടെ ചുവടുകൾ കർത്താവ് വ്യക്തമായിട്ട് എവിടെ വെക്കണമെന്ന് കാണിച്ചു തരും. തേർഡ് തിങ് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈസ് ദി റൈറ്റ് സ്റ്റെപ്പ്. ഹൃദയത്തിൽ നാം ചിന്തിക്കുന്നു, നമ്മുടെ ആ പ്രവർത്തനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. വി പ്രിപ്പയർ അവർ ഹാർട്ട്, വി കമ്മിറ്റ് അവർ വർക്ക്സ് ടു ദ ലോർഡ്. മൂന്നാമതായിട്ട് സംഭവിക്കുന്ന വിഷയമാണ് ടേക്കിംഗ് ദ റൈറ്റ് സ്റ്റെപ്പ്. അടുത്ത ചുവട് ശരിയായിട്ട് വെക്കുവാൻ കർത്താവ് തന്നെ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ നാം വായിക്കുന്നത്. സങ്കീർത്തനം 37:5 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കമ്മിറ്റ് ദൈ വേ അൺടു ദ ലോർഡ്, ട്രസ്റ്റ് ഓൾസോ ഇൻ ഹിം ആൻഡ് ഹി ഷാൽ ബ്രിങ് ഇറ്റ് ടു പാസ്. ഞാൻ എൻ്റെ ആ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ, കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്നുള്ളതാണ്. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ he shall bring it to pass. അത് അങ്ങനെ തന്നെ നിവർത്തിയാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. he shall bring it to pass. ഉറപ്പോടെ പറയുന്ന മൂന്നാമത്തെ കാര്യമാണ് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ളത് കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വസ്തുതയാണ്. പ്രിപ്പയർഡ് ഹാർട്ട്, committing our works to the Lord and taking the right step. അത് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? when I commit my way to the Lord, he directs my steps. അത് ചെയ്യാതെ ഒരിക്കലും ദൈവത്തിന് എൻ്റെ ചുവടുകൾ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കാതെ എങ്ങനെയാണ് കർത്താവ് എന്നെ എടുത്ത് എൻ്റെ കാൽ ചുവടെടുത്ത് അടുത്ത സ്ഥലത്ത് വെക്കുവാൻ സാധിക്കുന്നത്? പലപ്പോഴും അത് ചെയ്യാതെയാണ് നാം കർത്താവിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. പലപ്പോഴും നാം പ്രാർത്ഥനയിൽ ചോദിക്കുന്നത്, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: മാൻസ് ഹാർട്ട് ഡിവൈസസ് ഹിസ് വേ. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. ഏത് വഴിയാണ് ഞാൻ ചിന്തിക്കുന്നത്? വിച്ച് വേ ഈസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ ഏത് വഴിയാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ വരിക്കും കർത്താവ് എൻ്റെ ആ പാദങ്ങൾ, അടുത്ത ചുവട് എന്നെ കാണിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളത്. തെറ്റായിട്ടുള്ള വഴിയിൽ സഞ്ചരിച്ചിട്ട്, കർത്താവിന്റെ വചനത്തിന്റെ എതിരായിട്ടുള്ള ദിശയിൽ സഞ്ചരിച്ചിട്ട്, വചനം വ്യക്തമാക്കുന്ന കാര്യങ്ങൾക്ക് നേരെ എതിർദിശയിൽ പോയിട്ട് ദൈവം എൻ്റെ കാൽച്ചുവട് എനിക്ക് അടുത്ത വഴി കാണിച്ചു തരണം എന്ന് പറയുന്നത് എന്തുമാത്രം ഭോഷത്വമാണ്. നമ്മൾ തന്നെ ചോദിക്കേണ്ട വിഷയമാണ്. ഫസ്റ്റ് ഗോഡ് വാണ്ട്സ് ദാറ്റ് ഇൻ മൈ ഹാർട്ട് ഐ ഡിവൈസ് ഹിസ് വേസ്. അവന്റെ വഴികൾ എൻ്റെ ആ ഹൃദയത്തിലൂടെ ഞാൻ മനസ്സിലാക്കണം, അത് തെരഞ്ഞെടുക്കണം. അത്രമാത്രം ചെയ്താൽ മതി. ഗോഡ്സ് വേസ്, ദൈവത്തിന്റെ വഴികൾ. നമുക്കറിയാം, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഈ വചനത്തിൽ അനേക കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട്, വ്യക്തിപരമായിട്ട് എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, സഭയിൽ എങ്ങനെ പെരുമാറണം, ഒക്കെയും വ്യക്തമായിട്ട് നാം പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ആവർത്തിച്ചറിഞ്ഞിട്ടും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇതാണ് വഴി എന്ന് നിരൂപിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തോട് ചോദിക്കുക, അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം ചോദിക്കാൻ എന്തുമാത്രം ദുഃഖകരമാണ്. കർത്താവ് എന്ത് ഉത്തരമാണ് അതിന് നൽകുന്നത്? മനുഷ്യന്റെ കൈവശമുള്ള കാര്യമാണ് അവന്റെ വഴി നിരൂപിക്കുന്നത്. കർത്താവ് ഒരിക്കലും അതിനെ ചോദ്യം ചെയ്തില്ല. ഗോഡ് വിൽ നെവർ ക്വസ്റ്റ്യൻ മൈ ഡെസിഷൻ ഓൺ ദാറ്റ്. എന്റെ തീരുമാനം ആ വിഷയത്തിൽ കർത്താവ് ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. കർത്താവ് ഓർമ്മപ്പെടുത്തൽ നൽകും. കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തും, ഇതാണ് ശരിയായ വഴി. എന്നോട് പറയും, ഇതാണ് തെറ്റായ വഴി. ആവർത്തിച്ച് തന്റെ വചനത്തിലൂടെ, തന്റെ ജനത്തിലൂടെ പല രീതിയിൽ കർത്താവ് അത് ഓർമ്മിപ്പിക്കും. എൻ്റെ ജോലിയാണ് എൻ്റെ ഹൃദയത്തിൽ ആ വഴിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നാം വായിക്കുന്നത് അവന്റെ കാലടികൾ, ആ ചുവടുകൾ, then he will give me the right step. He will direct
right steps. So my job is not to take the steps. എന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ ചുവടുകൾ എടുക്കുക എന്നുള്ളതല്ല. പലപ്പോഴും അടുത്ത ചുവട് ഞാൻ തന്നെ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത്, you did not take the next step. God will direct your step, but you have to take care of your heart. നിന്റെ ഹൃദയത്തിൽ ഏത് വഴിയുടെ പക്ഷത്താണ് നീ നിൽക്കുന്നത്, ഏത് വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ ആഗ്രഹം ദൈവത്തിന്റെ വഴിയാണെങ്കിൽ അടുത്ത ചുവട് ഞാൻ പറഞ്ഞു തരാം, നീ അവിടെ വെക്ക്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ചുവടും എനിക്ക് മനസ്സിലാകൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന്. ദൈവത്തിന്റെ വഴി മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന്റെ അടുത്ത ചുവട് മനസ്സിലാക്കണമെങ്കിൽ ആ വഴിയിലേക്ക് ഞാൻ കടന്നു വരണം. ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് വേ ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവന്റെ അടുത്ത ചുവട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ദൈവം പറയുകയാണ്, നീ ഇവിടെ ചുവട് വെക്കണം, നീ ഈ കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് ഞാൻ വരണം. എന്നാൽ മാത്രമേ ആ വഴിയിലെ ഓരോ ചുവടും എനിക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാൻ എൻ്റെ വഴിയിൽ നിന്നിട്ട് ദൈവത്തിന്റെ ചുവടുകൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിച്ചാൽ അസാധ്യമാണ്. ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം ഇതിനോടുള്ള അനുബന്ധത്തിൽ. 37-ാം സങ്കീർത്തനം തന്നെ, അതിന്റെ 23-ാം വാക്യം. 23-ാം വാക്യം 37. മതി. The steps of a good man are ordered by the Lord and he delights in his way. ഒരു മനുഷ്യന്റെ വഴിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്, ഒരു നല്ല മനുഷ്യൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവവിശ്വാസിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു നീതിമാനായിട്ടുള്ള മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യന്റെ വഴികൾ ഓർഡർ ചെയ്യുന്നത്, ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത് യഹോവ തന്നെയാണ്, ദൈവം തന്നെയാണ്. നല്ല മനുഷ്യന്റെ വഴികൾ മാത്രം. നല്ല മനുഷ്യന്റെ വഴികൾ. നമ്മൾ എങ്ങനെയാണ് നല്ല മനുഷ്യരായി തീർന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കർത്താവിനെ ആരാധിച്ചപ്പോഴും നാം ആ കാര്യങ്ങളൊക്കെ ഓർത്തതാണ്. നല്ല മനുഷ്യരാക്കിയത് നമ്മെ കർത്താവായിട്ടുള്ള നമ്മുടെ നല്ല ദൈവമാണ്. He made us a good man, good person, good individual. He made me a good man. എന്നെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നല്ല മനുഷ്യൻ നടക്കേണ്ടുന്ന വഴി കർത്താവ് അവന് പറഞ്ഞു കൊടുക്കും. എന്നാൽ ആ നന്മയിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിലാണ് അത് സംഭവിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ വഴികൾ നിരൂപിക്കുമ്പോൾ, ആ നന്മയിൽ നിന്ന് ഞാൻ മാറിപ്പോയാൽ കർത്താവ് അടുത്ത ചുവട് എങ്ങനെ പറഞ്ഞു തരും? ഹൗ വിൽ ഗോഡ് ഡയറക്ട് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മുടെ സഭയുടെ അടുത്ത ചുവട് എന്തെടുക്കണമെന്ന് കർത്താവ് എങ്ങനെ പറഞ്ഞു തരും? നന്മയിൽ നിന്ന് നാം മാറിപ്പോയാൽ, ശരിയായ ചിന്തയിൽ നിന്ന് നാം മാറിപ്പോയാൽ, നമ്മുടെ ഹൃദയത്തിലെ മാറ്റേഴ്സ്. ഗുഡ് മാൻ is a matter of the heart. നമ്മുടെ ഹൃദയത്തിലെ ഒരു കാര്യമാണിത്, നന്മ എന്നുള്ളത്. പുറമെ ആരോടും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, ആരോടും അത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തോട് നാം ടെലിപ്പത്തിക് റിലേഷൻഷിപ്പില് കർത്താവ് അത് കാണുന്നു. ഹൃദയത്തിലെ നന്മ ordered by God. The steps of such a man is ordered by God. ദൈവമാണ് അത്തരത്തിലുള്ള ചുവടുകൾ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു അധ്യായം നാം കാണുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ മാത്രമല്ല, വളരെ വാർണിംഗ് ആയിട്ടുള്ള, കർത്താവ് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വസ്തുത വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ 16-ാം അധ്യായം സദൃശവാക്യങ്ങൾ പ്രവേഴ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1-2 വാക്യങ്ങൾ അതോട് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ 2-ാം വാക്യം, 5-ാം വാക്യം ആദ്യം നമുക്ക് വായിക്കാം. Verse 2 and verse 5. അഞ്ചാം വാക്യം. ദൈവനാമത്തിന് മഹത്വം. അപ്പൊ കർത്താവ് ഒട്ടും ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ജനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ കർത്താവിന് ഒട്ടും താല്പര്യമില്ല. ഇവിടെ പറയുന്നത്, all the ways of a man are clean in his own sight, but God, Lord, weighs the motives.
കർത്താവ് ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഇന്ന് നമ്മോടും സംസാരിക്കുകയാണ്. ഒട്ടും ആഗ്രഹമില്ലാത്ത മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. ഇൻ മൈ ഐസ്, എന്റെ കണ്ണുകളിൽ, എന്റെ ദൃഷ്ടിയിൽ, എന്റെ കാഴ്ചപ്പാടിൽ എന്റെ വഴികളൊക്കെയും കറക്റ്റാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിന് ഒട്ടും താല്പര്യമില്ല. വീണ്ടും 5-ാമത്തെ വാക്യം, ഗർവമുള്ള പ്രൗഡായിട്ടുള്ള ഒരു വ്യക്തി, തന്നെത്താൻ അഹംഭാവമുള്ള വ്യക്തി, ഈഗോ ഉള്ള വ്യക്തി, പ്രൗഢി കാണിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കർത്താവിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അവരെ കർത്താവ് നശിപ്പിക്കുമെന്നുള്ളത് നാം മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു. വാട്ട് ഈസ് മൈ സ്റ്റേറ്റ്? എന്താണ് നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥ, ഹൃദയത്തിന്റെ അവസ്ഥ? ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ആദ്യം വായിച്ച വാക്യങ്ങളിൽ പ്രിപ്പയർനെസ് ഓഫ് മൈ ഹാർട്ട്, എന്റെ ഹൃദയം ഒരുക്കത്തോടെ ആയിരിക്കണം. കമ്മിറ്റിംഗ് മൈ വർക്ക്സ്, എന്റെ പ്രവർത്തികൾ ഞാൻ ദൈവത്തിന് സമർപ്പിക്കണം. ആൻഡ് ഗോഡ് വിൽ ഷോ മീ ദി റൈറ്റ് സ്റ്റെപ്പ്, അടുത്ത ചുവട്, ശരിയായിട്ടുള്ള ചുവട് എനിക്ക് കർത്താവ് കാണിച്ചു തരും എന്നുള്ളത് നാം ചിന്തിച്ചു. എന്നാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം, ചാലഞ്ചസ് എന്റെ മുൻപിലുണ്ട്, നമ്മുടെ ഒക്കെയും മുൻപിലുണ്ട്. ഗർവമുള്ള ഹൃദയം, എന്റെ ദൃഷ്ടിയിൽ ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയാണെന്ന് തോന്നുന്ന ഒരു ഹൃദയം. പിശാച്, നമ്മുടെ ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഹൃദയത്തിലെ ഗർവം, ഞാൻ ശരിയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയായ ദിശയാണെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ ചിന്ത, അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് എന്താണ് പിന്നെ ആഗ്രഹിക്കുന്നത്? അതിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം, വേഴ്സ് 19. താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഹംബിൾ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ, ഹൃദയത്തിൽ താഴ്മയുള്ളവനായിരിക്കുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്, നല്ലതെന്ന് ഇവിടെ ശലോമോൻ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, ഈ വ്യത്യാസങ്ങളൊക്കെ വരണമെങ്കിൽ, ഇങ്ങനെയൊക്കെ നാം നമ്മെ തന്നെ സമർപ്പിക്കണമെങ്കിൽ നമ്മളാൽ മാത്രം അത് അസാധ്യമാണ്. താഴ്മയുള്ള ഒരു ഹൃദയം കർത്താവ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഹംബിൾ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഹംബിൾ. നന്മ നാം എപ്പോഴും ആഗ്രഹിക്കും. വി ഓൾവേസ് വാണ്ട് ടു ചൂസ് ബെറ്റർ തിങ്സ് ഇൻ അവർ ലൈഫ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഹംബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ വി ചൂസിങ് ടുഡേ? നാം ആ പ്രൗഢിയായ ഗർവമാണോ ചൂസ് ചെയ്യുന്നത്? താഴ്മയാണോ ചൂസ് ചെയ്യുന്നത്? താഴ്മയാണ് നാം ചൂസ് ചെയ്യുന്നതെങ്കിൽ, തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചില ഒരുക്കത്തോടെ ആയിരിക്കാൻ സാധിക്കും. നാം താഴ്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴികളെ, പ്രവർത്തികളെ കർത്താവിനെ സമർപ്പിക്കുവാൻ, ഭരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. താഴ്മയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള അടുത്ത ചുവട് നമ്മെ കാണിച്ചു തരും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കാണിച്ചു തരും, നമ്മുടെ കുടുംബത്തിൽ കാണിച്ചു തരും, നമ്മുടെ സഭയിലുള്ള ബന്ധത്തിൽ കാണിച്ചു തരും. എങ്ങനെ അടുത്ത നിമിഷം അടുത്ത ചുവട് എടുക്കണം എന്നുള്ളത് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ശരിയാണ്, എന്നാൽ എന്നെ തന്നെ ഞാൻ ക്രമീകരിക്കണം. കമ്മിങ് ബാക്ക് ടു ഹിസ് വേ. എന്റെ ഹൃദയത്തിൽ താഴ്മയോടെ ആ പ്രവർത്തികളൊക്കെയും, ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഒക്കെയും കർത്താവിനെ സമർപ്പിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം വായിച്ചതുപോലെ, ആൻസർ ഓഫ് ദ ടങ് ഈസ് ഫ്രം ദ ലോർഡ്, വേ ഈസ് ഫ്രം ദ ലോർഡ്, ഹി വിൽ എസ്റ്റാബ്ലിഷ് മൈ തോട്ട്സ്. സകലതും കർത്താവ് സാധിച്ച് തരും. ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്താൽ, പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ, തീർച്ചയായിട്ടും കർത്താവ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കും, പൂർത്തിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വരും ആഴ്ചയിൽ, വരും ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുത്ത് അത് ഒരുക്കത്തോടെ സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ ജീവിക്കുവാൻ, കർത്താവിന്റെ ഉത്തരങ്ങൾ പ്രാപിച്ച്, കർത്താവിന്റെ ആ അടിസ്ഥാനമുള്ള ഉറപ്പുള്ള ആ ചിന്തകൾ പ്രാപിച്ച്, ആ വഴികൾ അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് ഇനിയും നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.